ശീലങ്ങൾ ഒരു കുരുക്കാണെന്നറിയാമോ? ഹലോ ഷാലോ, ദ ബുക്ക് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡിന്റെ പുതുതാളുകൾ തുറക്കും മുൻപേ ഒരു ചോദ്യം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ള ഏത് ശീലമാണ് ഏറ്റവും അഭിനന്ദനാർഹമായി നിങ്ങൾക്ക് തോന്നുന്നത്? അക്കോർഡിംഗ് ടു ദ ന്യൂറോബയോളജി ഓഫ് ഹാബിറ്റ്സ്, ഒരു മിനിറ്റ്, ശീലങ്ങളെക്കുറിച്ചുള്ള നാഡീശാസ്ത്രം എപ്രകാരം നമ്മുടെ ഉള്ളിൽ ശീലങ്ങൾ ഉണ്ടാകുന്നു എന്നതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു: ആന്തരികമോ ബാഹ്യമോ ആയ ഏതോ ഒരു കാര്യം ആ ശീലം സ്വന്തമാക്കുവാൻ നമ്മെ പ്രചോദിപ്പിച്ചു. ഈ കാര്യം നമ്മൾ ചെയ്താൽ നമുക്ക് നല്ല പ്രതിഫലം ഉണ്ടാകുമെന്ന വിചാരം നമ്മുടെ ഉള്ളിലുണ്ടായി. ഈ വിചാരം ആ പ്രവൃത്തി ചെയ്യുവാൻ നമുക്ക് കാരണമായി. ആ പെർട്ടിക്കുലർ കാര്യം ചെയ്തു കഴിഞ്ഞപ്പോൾ അനുയോജ്യമായ ഒരു പ്രതിഫലം നമുക്ക് ലഭിച്ചു. ഈ പ്രതിഫലം വീണ്ടും ആ പ്രവൃത്തി തുടരുവാൻ നമ്മളെ പ്രേരിപ്പിച്ചു. അങ്ങനെ ആ പ്രവൃത്തി നമ്മളിൽ ഒരു ശീലമായി മാറി. അമ്മേ, വെയിറ്റ്, ഇത്രയൊക്കെ സംഭവിക്കുവാൻ കാരണമായ ആ ബാഹ്യമായ പ്രേരണ എന്തായിരുന്നു എന്നതാണ് ഇന്നത്തെ നമ്മുടെ സംസാര വിഷയം. യെസ്, ആരോ ഒരാൾ ഈ കാര്യം ചെയ്യുന്നതായി കണ്ടതോ ചെയ്യുന്നതിനെക്കുറിച്ച് പറഞ്ഞതോ അല്ലെങ്കിൽ വായിച്ചതോ ആണ് ഈ ശീലം സ്വന്തമാക്കുവാൻ നമ്മെ പ്രേരിപ്പിച്ചത്. ഒരുപക്ഷെ അതൊരു മനുഷ്യനായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ കഥയിലൂടെയോ കവിതയിലൂടെയോ നോവലിലൂടെയോ കണ്ടുമുട്ടിയ ഏതെങ്കിലും ഒരു കഥാപാത്രമായിരിക്കാം. അവർ നൽകിയ നല്ല പ്രേരണ നമ്മുടെ ജീവിതത്തിന് നിറം പകരുന്ന ശീലമായെന്നും അതിലൂടെ ജീവിതത്തിലുണ്ടായ നന്മകളും പറഞ്ഞ് ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഗ്രാറ്റിറ്റ്യൂഡ് ലെറ്റർ പൂർത്തിയാക്കാം. ആരും എപ്പോൾ വേണമെങ്കിലും വായിക്കുന്ന തുറന്ന പുസ്തകമാണ് നമ്മുടെ ജീവിതം. ചുറ്റുമുള്ളവർക്ക് ഈ പുസ്തകത്തിൽ നിന്നും നന്മ വായിക്കാൻ സാധിക്കട്ടെ. നന്മ വളരട്ടെ. നല്ല പ്രേരണകൾ നൽകിയ നല്ല മനുഷ്യർക്ക് ഇത് അയച്ചു കൊടുത്തിട്ട് പറയൂ, യു ആർ സ്പെഷ്യൽ. റിമെമ്പർ, ലൈഫ് ചേഞ്ചസ് വെൻ ഗ്രാറ്റിറ്റ്യൂഡ് ബിഗിൻസ്.